തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തെ നിന്നും മേഘന മുരളി നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? എത്ര ശക്തമായ മഴയാണ് ഇനി വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ടത് എന്നതിന്റെ വിവരങ്ങളായിരിക്കും മേഘന മുരളി നൽകുക. മേഘന, ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് എന്താണ്? സംസ്ഥാനത്തുടനീളം ഇടവിട്ട് മഴ പെയ്യുകയാണ്. അതിൽ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് 2 വടക്കൻ ജില്ലകളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതായത് അതിശക്തമായ മഴ വരും മണിക്കൂറുകളിൽ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. അതുപോലെ തന്നെ അതിവേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളടക്കം കടലിൽ പോകുന്നവരടക്കം ജാഗ്രത പാലിക്കണം. ഈ അത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരടക്കം ജാഗ്രത പാലിക്കണം. കൂടാതെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരം ജില്ലയിലടക്കം കണ്ടത് വ്യാപക നാശനഷ്ടമാണ്, അപകടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി കനത്ത മഴ വരുമ്പോൾ എല്ലാവരും ഈ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മാറി നിൽക്കുക. അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ഇത്തരത്തിൽ ഒരു അവലോകന യോഗമടക്കം നടത്തി, മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവലോകന യോഗമടക്കം നടത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ കാലവർഷം എത്തുന്നതേയുള്ളൂ. നാളെയോടുകൂടി തന്നെ ഏതായാലും 2 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്, 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥ റിപ്പോർട്ട് പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്, മറ്റ് 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.